പാലക്കാട് ജില്ലയിലെ വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതി രൂപീകരിക്കണമെന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനതലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. KCB ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് 2-3 മാസത്തിൽ യോഗം ചേരണം. MLA ചെയർപേഴ്സണും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായ സമിതി മണ്ഡലതലത്തിലെ പ്രവൃത്തികൾ കൃത്യമായി വിലയിരുത്തണമെന്നും ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുള്ള ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കണം. പരാതികൾ അറിയിക്കുന്നതിന് ഫോണിലും നേരിട്ടും ബന്ധപ്പെടുന്നവരോട് സൗഹൃദപരമായി പെരുമാറാൻ ശ്രദ്ധിക്കണം. ഉപഭോക്താക്കൾ വിളിക്കുമ്പോൾ പ്രതികരിക്കാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിരന്തര ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പ്രധാനം. ജനപ്രതിനിധികളുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് അവബോധം നൽകണമെന്നും നിർദ്ദേശിച്ചു. പറമ്പിക്കുളത്തെ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒന്ന് ഈ വിതരണത്തിലെ ഉള്ള വിഷയമാണ് നമ്മളെ പെട്ടെന്ന് ബാധിക്കുന്നത്. അതേപോലെ പ്രസരണത്തിന് വേണ്ട പുതിയ സിസ്റ്റത്തെ കുറിച്ച് ഇവിടെ നല്ല പുതിയ സബ്സ്റ്റേഷൻ വരേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പവർ കൂട്ടേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ആശുപത്രി പ്രവർത്തനത്തിനും കുടിവെള്ള പ്രവർത്തനത്തിനുമുള്ള പ്രയാസം പറഞ്ഞു. പിന്നെ സെക്ഷൻ ഓഫീസുകൾ ബൈഫർക്കേറ്റ് ചെയ്യേണ്ടതിന്റെ നേരത്തെ ഷൊർണൂര് പറഞ്ഞത് ചെർപ്പളശ്ശേരിയും ശ്രീകൃഷ്ണപുരം 2 അതിൽ തന്നെ ബൈഫർക്കേറ്റ് ചെയ്തില്ലെങ്കിലും 2-3 ആക്കാനുള്ള ഒരു നിർദ്ദേശം പറഞ്ഞു. MLA-മാരായ സുമേഷ് അച്യുതൻ, A. പ്രഭാകരൻ, K. പ്രേംകുമാർ, P. മമ്മിക്കുട്ടി, K. പ്രേമൻ, TM ശശി, KCB ഡയറക്ടർ MP രാജൻ, കോഴിക്കോട് ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ, വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.